ചേർത്തല മായത്ര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞവും കാർത്തിക രോഹിണി ഉത്സവവും 15 മുതൽ 24 വരെ നടക്കും. 15 രാത്രി 7 ഡോക്ടർ എസ് ദിലീപ് കുമാർ ഭദ്രദീപം തെളിയിക്കും. മായത്ര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ 21ാമത് ശ്രീ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും കാർത്തിക രോഹിണി മഹോത്സവവും ഈ മാസം മാർച്ച് 15 മുതൽ 24 വരെ നടക്കുകയാണ്. അപ്പോൾ മാർച്ച് 15 നാളെ വൈകിട്ട് 7 മണിക്കാണ് ഭദ്രദീപ പ്രകാശനം. ഭദ്രദീപ പ്രകാശനം നടത്തുന്നത് ഡോക്ടർ എസ് ദിലീപ് കുമാറാണ്. മുട്ടത്തിപ്പുറം യജ്ഞാചാര്യൻ തണ്ണവർക്കം സന്തോഷ് കുമാറാണ്. യജ്ഞപൗരാണികരും കുമാരവരും രാജേഷും ശ്രീ അരുൺ മനോഹരനും ശ്രീ ചേർത്തലക്കാരനും ഉൾപ്പെടെയുള്ള യജ്ഞപൗരാണികരാണ് ക്ഷേത്രസന്നിധിയിലെത്തുന്നത്. ആചാര്യഭരണം കഴിഞ്ഞ വിഗ്രഹപ്രതിഷ്ഠ നമ്മുടെ ക്ഷേത്രം തന്ത്രി ശ്രീ ഭാസ്കരൻ തന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീകുമാർ വയലാർ ശാന്തികളുടെയും നേതൃത്വത്തിലാണ് വിഗ്രഹപ്രതിഷ്ഠ യജ്ഞശാലയിൽ സമർപ്പിക്കുന്നത്. തുടർന്ന് ഭാഗവത സമർപ്പണം ശ്രീനാദിബുദ്ധനായനും മൈത്രിയാണ് ഭാഗവത സമർപ്പണം. ചേർത്തല മായത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞവും കാർത്തിക രോഹിണി ഉത്സവവും 15 മുതൽ 24 വരെ നടക്കും. 15 രാത്രി 7 ഡോക്ടർ എസ് ദിലീപ് കുമാർ ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് തന്ത്രി സി എൻ ഭാസ്കരന്റെ കാർമ്മികത്വത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടക്കും. സീനാനിരുദ്ധൻ ഭാഗവത സമർപ്പണവും ജൈവകർഷകൻ വി പി സുനിൽ കലവറയിൽ ആദ്യ സമർപ്പണവും നിർവഹിക്കും. തണ്ണീർമുക്കം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ. യജ്ഞോത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും അന്നദാനം നൽകും. 25,000 പേർക്കാണ് അന്നദാനം ലക്ഷ്യമിടുന്നതെന്നും ഇതിനോടൊപ്പം ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും ദേവസ്വം പ്രസിഡന്റ് വി ടി രഘുനാഥൻ നായർ, വൈസ് പ്രസിഡന്റ് സാബു കൈലാസം, സെക്രട്ടറി പി വി ഹരിദാസ്, പി മുരളി, എ ടി സുരേഷ് എന്നിവർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.